ഒരു ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ വെജ് കട്ട്ലേറ്റ് ആണ്. അതിനായിട്ട് ഞാൻ ഇവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞുകൂടി ഇട്ടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ക്യാരറ്റും 1 ബീട്രൂട്ടും വേവിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിം ആയിരിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മൈദ കൂടി ഇടാം. മൈദ ആവശ്യമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു സൈസിലെടുക്കുക, നന്നായിട്ട് ബോളാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഇപ്പം ഞാനൊരു സർക്കിൾ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. മൈദാമാവ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കവർ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റിയൽ ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം.